ഓം ശാന്തി. ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തിരഞ്ഞെടുക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. എന്നിരുന്നാലും പലപ്പോഴും പലരുടെയും സങ്കടം കേൾക്കാറുണ്ട്. ഞാൻ എത്ര പരിശ്രമിച്ചു, ഏതൊക്കെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി, ഏതൊക്കെ വഴികളിൽ ജോലി അന്വേഷിച്ചു, എന്നിട്ടും ഒന്നും എനിക്ക് ലക്ഷ്യത്തിലെത്തുന്നില്ല, പരിശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് ഒരു കരയടുക്കുന്നില്ല എന്നൊക്കെ പലരും സങ്കടം പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. ഇന്ന് അത്തരത്തിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ഘടകങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒന്നാണ്. പലപ്പോഴും ഒരു ജന്മത്തിൻ്റെ അക്കൗണ്ട്സ് അഥവാ കണക്കുകൾ നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഒന്ന് പൂർത്തിയായി നമ്മൾ ചില കർമ്മങ്ങൾ ചെയ്തു, ചില കാര്യങ്ങൾ ചെയ്തു. ഈ ഡ്രസ്സ് എങ്ങനെയാണോ നമ്മൾ നീല ഡ്രസ്സ് മാറ്റി പച്ച ഡ്രസ്സാക്കി, അല്ലെങ്കിൽ പച്ച മാറ്റി ചുവപ്പാക്കി, ഡ്രസ്സുകൾ മാറുന്നതിനനുസരിച്ച് ആൾ മാറുന്നില്ലല്ലോ. ഇത് ഈ ശരീരത്തിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആത്മാവിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം അതിനൊരു വസ്ത്രം തന്നെയാണ്. ഇനി നിങ്ങൾ ആത്മാ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഊർജം അഥവാ ചൈതന്യം, ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന കാർമിക് അക്കൗണ്ട്സിൻ്റെ കർമ്മഫലങ്ങൾ വന്നടിയിക്കുന്ന ആ ശക്തി, ആ ചൈതന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം എന്ന് പറയുന്നത് അതിനൊരു വസ്ത്രം മാത്രമാണ്. പക്ഷെ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കർമ്മം ചെയ്യാൻ സമയത്തുള്ള നമ്മുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു, ആ സമയത്തുള്ളതായിട്ടുള്ള നമ്മുടെ മനസ്സിലെ ഭാവം എന്തായിരുന്നു, ഭാവന എന്തായിരുന്നു, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അതിനു വേണ്ടി ഊർജ്ജം ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ആധാരത്തിൽ കാർമിക് അക്കൗണ്ടിൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ അക്കൗണ്ട് ശേഖരിക്കപ്പെടുക തന്നെ ചെയ്യും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. ഒരു പക്ഷേ നിങ്ങൾ ആ ഉടുപ്പ് മാറി മറ്റൊരു വേഷമിട്ട ശേഷമായിരിക്കാം ആ കർമ്മം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ പറയുന്ന എല്ലാ രീതികളും ചെയ്തു നോക്കിയിട്ടും പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒന്നും തന്നെ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാതിരിക്കാൻ ഉള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലും ഒരവസ്ഥ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാർമിക് അക്കൗണ്ടിനെ ജയിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മൾ ചെയ്തിരിക്കണം, അഥവാ ഒരു പ്രത്യേക പുരുഷാർത്ഥം നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് ആ പുരുഷാർത്ഥം? നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിന് ശേഷവും കഠിനാധ്വാനത്തിന് ശേഷവും ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ഈ പറയുന്നതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരുന്നിട്ട് അനങ്ങാതിരുന്ന് പറഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നുള്ളതായിട്ടുള്ള മായാജാലമല്ല, അല്ലെങ്കിൽ ഇത് ഉച്ചരിച്ചാൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്നതായിരിക്കുന്ന ഒരു മന്ത്രവിദ്യയുമല്ല ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്, നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മറ്റാർക്കും തടയാനാവാത്ത ഒരു ശക്തിയാണ്. ഏതൊരു കർമ്മത്തിന് പിന്നിലും തീർച്ചയായിട്ടും നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പർപ്പസ്ഫുള്ളായിരിക്കുന്ന പവർഫുൾ തോട്ട് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അതെന്തെന്ന് കണ്ടെത്തി, നമ്മുടെ ഒരു ടൈം മെഷീനൊന്നും ഇല്ലല്ലോ, അതിനെ പിന്നിലേക്ക് പോയിട്ട് അതെന്താണ് ആ കർമ്മം എന്ന് കണ്ടെത്തി അതിൻ്റെ റിസൾട്ടിനെ മനസ്സിലാക്കി അതനുസരിച്ച് അത് മാറ്റിമറിക്കാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഒരു ശക്തിശാലി സങ്കല്പം കൊണ്ട് ഒരു വികർമ്മം അഥവാ മോശമായ കർമ്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാർമിക് അക്കൗണ്ടിൽ നെഗറ്റീവ് അക്കൗണ്ടായിട്ട് ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതേ സ്ട്രെങ്ത്തിൽ അതേ സ്ട്രോങ്ങിൽ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ വരുന്ന കാര്യത്തിന് എത്ര ശക്തി ഇപ്പോൾ നമ്മൾ ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആധാരത്തിലാണ് അത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ, ഇരുമ്പിനെ മുറിക്കാൻ ഇരുമ്പെന്ന് പറയും പോലെ, വജ്രത്തെ മുറിക്കാൻ വജ്രം എന്ന് പറയും പോലെ, നമ്മുടെ സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ സംഭവിച്ചു പോയതായിരിക്കുന്ന ആ കാർമിക് അക്കൗണ്ടിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കാം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മാജിക് ആയിരിക്കുന്ന അഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് എത്ര കൂടുതൽ വിഷ്വലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് പറയും മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സൃഷ്ടിയിലെ സർവ്വചരാചരങ്ങൾക്കും അധികാരിയായ ഒരു പരമമായ ശക്തിയുണ്ട്. ആ ശക്തി എപ്പോഴാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത്, അഥവാ ആ ശക്തിയെ നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കുന്നത്, അവിടെ ഈ ലോകത്തൊരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ കഥ കേട്ടു നോക്കിയാൽ മറ്റെല്ലാവരെയും ഒഴിവാക്കി ഒരു കൃഷ്ണനെ മാത്രം തൻ്റെ കൂട്ടാക്കിയതായിരിക്കുന്ന അർജുനനും പഞ്ചപാണ്ഡവന്മാർക്കുമാണ് ജീവിതത്തിൽ വിജയം കിട്ടിയത്. എന്ന് വെച്ചാൽ അർത്ഥം ആരുടെ കൂടെ ഭഗവാനുണ്ടോ അവരുടെ ഭാഗത്തായിരിക്കും വിജയം. ഞാൻ ഓർത്തുപോവും, മഹാഭാരതത്തിൽ തൻ്റെ പക്ഷത്തേക്ക് ആളെ ചേർക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ദുര്യോധനനോട് ശകുനി പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റാരും കൂടെ നിർത്താൻ പറ്റിയില്ല എങ്കിലും വസുദേവകൃഷ്ണൻ നീ കൂടെ നിർത്തണം, വസുദേവകൃഷ്ണൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നുമില്ലെങ്കിലും നിനക്ക് ജയം ഉറപ്പാണ് എന്ന്.
പക്ഷെ എന്ത് ചെയ്യാം, ഒരു കാര്യത്തെ സത്യത്തെ കേട്ടാലും അറിഞ്ഞാലും പോലും അതിനെ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും സാധിക്കണമെങ്കിൽ സ്ഥൂല ബുദ്ധി കൊണ്ട് സാധ്യമല്ല, സൂക്ഷ്മ ബുദ്ധി കൊണ്ടേ സാധിക്കുള്ളൂ. ഇത് തന്നെയാണ് ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന പല മനുഷ്യന്മാർക്കും പറ്റുന്നതും. നമ്മുടെ കൂടെ എപ്പോൾ ഭഗവാൻ നിൽക്കുന്നുണ്ടോ അവിടെ ഈ സൃഷ്ടിയിൽ ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല. അതേസമയം ഭഗവാനെ കൂടെ നിർത്താനുള്ള യുക്തി, ഭഗവാൻ എൻ്റെ ശക്തിയാണെന്ന് അംഗീകരിക്കാനുള്ള ബുദ്ധി, അത് രണ്ടും നമുക്ക് ഉണ്ടെങ്കിലേ ഈ കാര്യത്തെ പ്രാക്ടിക്കലായി ഉൾക്കൊള്ളാനും സാധിക്കും. അതുകൊണ്ട് ഈ പരമമായിരിക്കുന്ന രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ സൃഷ്ടിയിലെ സർവ്വജീവികളും ഈശ്വരൻ്റെ രചന തന്നെയാണ്. ഇതിലെന്ത് പരമമായ രഹസ്യമല്ലേ? ഒരിക്കലുമില്ല. കാരണം എല്ലാ ധർമ്മപിതാക്കന്മാരും എല്ലാ വിശ്വാസികളും പറയുന്ന സത്യമാണ് ഈ പ്രപഞ്ചം ഭഗവാന്റെ രചനയാണ്. പക്ഷേ ആ രചനയുടെ റിലേഷൻ, അതിൻ്റെ ഡെപ്തിൽ നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണത് രഹസ്യമായിട്ട് മാറുന്നത്. നമ്മൾ പണ്ട് പാടുമായിരുന്നു, ഭഗവാനെ ത്വമേവ മാതാശ്ച പിതാശ്ച ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ എന്നൊക്കെ പാടി. അത് പാടിയതായിരുന്നു. ഈശ്വരനെ സ്തുതിച്ചു, അച്ഛനെ അച്ഛ എന്ന് വിളിച്ചു. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന വ്യത്യാസം. അതുകൊണ്ട് ഈശ്വരനെ സ്തുതിക്കുന്നതിന് പകരം ഈശ്വരൻ എൻ്റെ അച്ഛനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആ ഒരു കോൺഷ്യസിൽ അവെയർനെസ്സിൽ വരിക എന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരൻ്റെ ശക്തികൾ നമ്മുടെ സ്വന്തമാവുക തന്നെയാണ്. സർവശക്തിവാനായിരിക്കുന്ന ഭഗവാന്റെ മക്കളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരുമെങ്കിൽ ആ അച്ഛൻ്റെ സമ്പത്തായിരിക്കുന്ന സർവശക്തികളും നമ്മുടെ സ്വന്തമാണ്. പക്ഷേ അത് ഉണർന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓർമ്മിച്ച് നമ്മളൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. അതിനുള്ളതായിരിക്കുന്ന എഫർമേഷനാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഈ കാര്യം നിങ്ങൾ ഉണർന്ന ഉടനെ നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുന്ന സമയം, ഉണർന്ന് കാല് ഭൂമിയിൽ വയ്ക്കും മുന്നുള്ള സമയത്ത് ഒരു 9 പ്രാവശ്യം സമയം റിപ്പീറ്റ് ചെയ്യൂ. പിന്നെ പകല് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോൾ അതിനെ വീണ്ടും ഓർമ്മിക്കണം. 9 സമയം സന്ധിക്കും നമ്മൾ ഓർത്തിരിക്കണം, രാത്രി ഓർക്കണം. പക്ഷേ കണ്ടീഷൻ ജസ്റ്റ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, സഫലത ജന്മസിദ്ധ അധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലം കിട്ടും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് ആ സമയത്തെ നമ്മുടെ സമീപത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എപ്പോഴാണോ നിങ്ങൾ ഇക്കാര്യം ഓർമ്മിക്കുന്നത് അതിൻ്റെ കൂടെ സർവശക്തനായിരിക്കുന്ന ഭഗവാനെ, ആ പരം ജ്യോതിയായിരിക്കുന്ന പ്രകാശം നിങ്ങളുടെ തലയിൽ മേലെ വന്ന് നിൽക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആ പരമാത്മാവിൻ്റെ പ്രകാശം ആത്മാവാകുന്ന അഥവാ ജ്യോതിയായ ആത്മാവിൽ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കാണേണ്ടതെന്നൊക്കെ സംശയം ഉണ്ടാവാം. അതില്ലാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയി രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അഫർമേഷൻ പ്രാക്ടിക്കലാക്കുന്ന സമയത്ത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്നാലും നിങ്ങൾ ചെയ്യാത്തവർക്ക് വേണ്ടിയും അത് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരികയാണ്. നമുക്ക് ശരിക്കും ഈ ശരീരത്തിലെ ആത്മാവിൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൺട്രോളിംഗ് പാനലായിരിക്കുന്ന ഹൈപ്പോതലാമസിൻ്റെ ആരംഭസ്ഥാനത്ത് പിറ്റ്യൂട്ടറിയും പിനിയൽ ഗ്ലാൻസും കൂടി ചേരുന്ന സ്ഥാനമാണ്. തലയുടെ ഉള്ളിലുള്ള ആ സ്ഥാനം എനിക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറച്ച് സിമ്പിളസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ തലയുടെ ഉള്ളിലുള്ള ആ സ്ഥാനത്ത് ഒരു ലൈറ്റ് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാസമായിരിക്കാം. അതുകൊണ്ടൊരു സിമ്പിളായിട്ടുള്ള രീതിയിൽ ഈ പൊട്ടു തൊടുന്ന സ്ഥാനത്ത് ഇരുപുരികങ്ങൾക്കും മധ്യത്തിലുള്ള സ്ഥാനത്ത് ഒരു പ്രകാശ നക്ഷത്രം അത് തിളങ്ങുന്നതായിട്ട് കാണുക. ഇതിൻ്റെ സ്ഥാനം ഇവിടെയല്ല, ഉള്ളിലാണ്. പക്ഷെ നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഇവിടെ ഒരു നക്ഷത്രത്തിനെ കാണുക. തലയ്ക്ക് മേലെ ആ പ്രകാശം നിൽക്കുന്നതായിട്ട് കാണുക. അതിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഒഴുകി വരുന്നതായിട്ടും ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ അത് വ്യാപിക്കുന്നതായിട്ടും ഇത്രയും ഫീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം വേണം ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ എന്നുള്ളത് ഫീൽ ചെയ്യാൻ. അത് കഴിഞ്ഞ ശേഷം ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ആണ് സഫലത അഥവാ സക്സസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടി പരമാത്മ സപ്തവർണ്ണങ്ങളുടെ, അതായത് 7 ഗുണങ്ങൾ കൊണ്ടും സർവശക്തികൾ കൊണ്ടും സമ്പന്നമായ പ്രതീകമായിക്കൊണ്ട് സപ്തവർണ്ണത്തിൽ ആ പ്രകാശം നമ്മളിൽ നിന്ന് ഒഴുകി വരുന്നതായിട്ടും ആ പ്രകാശം പരമാത്മാവിൽ നിന്ന് ഒഴുകി വരുന്നതായും ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ അത് വ്യാപിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുക. ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് രാവിലെ ഉണർന്ന ഉടനെ 9 പ്രാവശ്യം, ഉച്ചയ്ക്ക് 9 പ്രാവശ്യം, സന്ധ്യയ്ക്ക്, രാത്രി ഉറങ്ങും മുന്ന് നിങ്ങളുടെ ബെഡിലിരുന്ന് മറ്റെല്ലാ വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച ശേഷം ഉറങ്ങുന്നതിനേക്കാൾ മുന്ന് 9 തവണ ഫുൾ അവെയർനെസ്സിൽ അത് കഴിഞ്ഞ് ഉറങ്ങും വരെയുള്ള സമയം ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടെങ്കിലും ഇത് അനുഭവം ചെയ്തിട്ട് ഉറങ്ങുക. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
7 ദിവസം അഥവാ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലായിരിക്കുന്ന മാറ്റങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈശ്വരനിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ഏതൊരു മുജ്ജന്മത്തിൻ്റെ അക്കൗണ്ടിനും നമുക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് പരീക്ഷിക്കൂ എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ഓം ശാന്തി.